കിഡ്നി ഫെയിലർ മുഖേന അശുദ്ധമായ രക്തം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി കിഡ്നി വർക്ക് ചെയ്യാതെ വരുമ്പോൾ നമ്മളൊരു മെഷീനിലോട്ട്, ഈ ഡയാലിസിസ് മെഷീനിലോട്ട് കയറ്റി വിടുന്നു. അതിനുവേണ്ടി നമ്മുടെ ബോഡിയിൽ ആർട്ടറിയിൽ നിന്നും ഒരു ക്യാനുല വഴി രക്തം എടുത്ത് വീനസ് സപ്ലൈയിലോട്ട്, അതായത് വേറെ ഒരു വെയിനിനകത്തോട്ട് ഒരു കുത്തും. എന്നിട്ട് ഈ ആർട്ടറി വഴി കുത്തുന്ന ബ്ലഡ് ഈ ഡയാലിസിസ് മെഷീനിലോട്ട് പോകുന്നു. ശരീരത്തിൻ്റെ ആർട്ടറിയിൽ നിന്നും ബ്ലഡ് എടുത്ത് പുറത്തോട്ട് വരുന്ന മെഷീനിലോട്ട് പോവുകയാണ്. ആ സമയത്ത് ബ്ലഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് പോകുമ്പോൾ ആർട്ടറിയൽ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു മോണിറ്റർ പിടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബ്ലഡ് പമ്പ് പിടിപ്പിച്ചിരിക്കുന്നു. ആ ബ്ലഡ് പമ്പ് ആണ് കൺട്രോൾ ചെയ്യുന്നത് എത്ര സ്പീഡിൽ എത്ര സമയത്തിനുള്ളിൽ ഈ ബ്ലഡ് കലർന്ന് പോകണമെന്ന്. ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകണം സ്പീഡ്. അതുപോലെ തന്നെ ഹെപ്പാരിൻ പമ്പ് പിടിപ്പിച്ചിരിക്കുന്ന ഈ ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഈ ഫിൽറ്ററിൻ്റെ അകത്തോട്ട് ഡയാലിസിസ് മെഷീൻ്റെ ഫിൽറ്ററിൻ്റെ അകത്തോട്ട് ഈ ബ്ലഡ് കടന്നു പോകുന്നു. അപ്പം ക്ലോട്ട് ചെയ്യാത്ത ബ്ലഡ് അതിൻ്റെ അകത്തോട്ട് കടന്നു പോകുമ്പോൾ സെമി പെർമിബിൾ ആയിട്ടുള്ള ഒരു മെഷീൻ അതിൻ്റെ അകത്ത് മെഷ് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു അരിപ്പ പോലെയുള്ള ഒരു ഫിൽറ്റർ പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഫ്രഷ് ഡയാലൈസേറ്റ് അതിൻ്റെ അകത്ത് കടന്നു ചെല്ലുന്നു. അപ്പോൾ നമ്മുടെ ബ്ലഡിനെ ശുദ്ധീകരിച്ച് നമുക്ക് ആവശ്യമുള്ള ബ്ലഡ്, നല്ല രീതിയിലുള്ള ബ്ലഡ്, ശുദ്ധീകരിച്ച ബ്ലഡ് അവിടെ വെച്ച് വേർതിരിക്കപ്പെടുന്നു. ഈ ചീത്ത ശുദ്ധീകരിച്ചതിന് ശേഷം അശുദ്ധമായ രീതിയിലുള്ളതിനെ വേറെ പമ്പിലോട്ട് മാറ്റുന്നു. ഈ ശുദ്ധീകരിച്ച ബ്ലഡ് തിരിച്ച് നമ്മുടെ വീനസ് വെയിനിലൂടെ നമ്മുടെ ബോഡിയിലോട്ട് കയറ്റുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇതുണ്ട്, എയർ മാറ്റുന്നതുണ്ട്. എയർ വല്ലതും ഉണ്ടെങ്കിൽ എയർ ട്രാപ്പ് ചെയ്ത് മാറ്റുന്നതുണ്ട്. അങ്ങനെ ക്ലീൻ ആയിട്ടുള്ള ബ്ലഡ്, എയറും ഇല്ല, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത നല്ല ബ്ലഡിനെ, ശുദ്ധീകരിച്ച ബ്ലഡിനെ നമ്മുടെ വെയിൻ വഴി നമ്മുടെ പേഷ്യൻ്റെ ശരീരത്തോട്ട് കയറ്റി വിടുന്നു.